നോവൽ കൊറോണ വൈറസ് രോഗം പകരാതെ തടയാനാകും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായ തൂവാല കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ മറയ്ക്കുക. കൈയും വായും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. കണ്ണും മൂക്കും വായും കൈകൊണ്ട് തൊടാതിരിക്കുക. ആർക്കെങ്കിലും ചുമയോ പനിയോ ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടോ അനുഭവപ്പെട്ടാൽ അവരുമായി കുറഞ്ഞത് 1 മീറ്റർ അകലം പാലിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുക. അല്ലെങ്കിൽ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറായ 105 വിളിക്കുക. പൊതുജന താൽപര്യാർത്ഥം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പപ്പയുടെ അമ്മയുടെയും വീട് നാട്ടിലെ പാലായിലാണ്, കോട്ടയം പാല. 24 വർഷം മുൻപ് ഞങ്ങൾ കർണാടകത്തിലോട്ട് കുടിയേറിയ കുടുംബമാണ്. പപ്പ ഒരു റബ്ബർ കർഷക തൊഴിലാളിയാണ്. അവിടെ ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്യാനാണ് അവിടെ ചെന്നത്. കർണാടകത്തിലും മംഗലാപുരത്തുമായിട്ടാണ് സ്കൂൾ കോളേജ് പഠനങ്ങൾ നടന്നത്. അതിനുശേഷം MA-ക്കായിട്ടാണ് JNU-ലോട്ട് വന്നത്. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ MA ചെയ്യാൻ വേണ്ടിയാണ് JNU-ലെത്തിയത്. കർണാടകത്തിലെത്തുമ്പോഴേ എഴുതാനും വായിക്കാനും അറിയായിരുന്നു മലയാളം. കർണാടകത്തിലെത്തിയ ശേഷം മലയാളം മറന്നു പോകാതിരിക്കാൻ പപ്പയും അമ്മയും ഞങ്ങളെ പത്രം വായിക്കാനും ബാലരമയും ബാലഭൂമിയും ബാലമംഗളം അങ്ങനെയുള്ള മാസികകളൊക്കെ വായിക്കാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ വേദപാഠം പഠിച്ചിരുന്നതെല്ലാം മലയാളത്തിലാണ്. അപ്പം മലയാളം എഴുതുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് മലയാളം മറന്നു പോകാതെ സൂക്ഷിച്ചത്. കന്നഡ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മലയാളവും അങ്ങനെ ഓർമ്മയിലുണ്ടായിരുന്നു. JNU-ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ JNU-ലുള്ള പല പരിപാടികളിലും ആങ്കറിംഗ് ഒക്കെ ചെയ്തിരുന്നു, സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ. അങ്ങനെയാണ് ഇവിടെ കന്നഡ ചെയർ ആയ പ്രൊഫസർ പുരുഷോത്തം ബിളിമലെ സാറ് എന്നോടൊരിക്കൽ കന്നഡ വോയിസ് ഓവർ ചെയ്തുകൂടെ. ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് സാറിൻ്റെ ഒരു സുഹൃത്തായ വളരെ സീനിയറായ ഒരു കന്നഡ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ഉണ്ട്, ശ്രീകൃഷ്ണ ഭട്ട് സർ എന്ന് പറഞ്ഞ്. അപ്പം അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. കുറച്ച് സമയം കൊണ്ട് ഒരു സ്റ്റുഡിയോയിൽ പോയി പെട്ടെന്ന് ഒരു 2-3 വാക്കുകളിൽ പരസ്യവാചകം ചൊല്ലാൻ അങ്ങനെയാണ് എന്നോട് പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ അത്യാവശ്യം എനിക്കൊരു പോക്കറ്റ് മണി കിട്ടുകയും ചെയ്യും, എനിക്ക് എൻ്റെ പഠനത്തിനെ അത് സഹായിക്കുകയും ചെയ്യും. ഒപ്പം അധികം ജോലി ഭാരവും ഇല്ല. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സാറ് സാംസ്കാരിക പരിപാടികളിൽ ഞാൻ ആങ്കറിങ് ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നി എനിക്ക് അത്യാവശ്യം നല്ലൊരു ആക്സൻറ്റ്, കന്നഡ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അവർ മലയാളവും അറിയാമെന്ന കാരണം മലയാളത്തിലും ചെയ്യാമെന്ന് അവർ കണ്ടെത്തുകയും അങ്ങനെ പിന്നെ കൂടുതലും മലയാളം വോയിസ് ഓവർ ചെയ്യാനും തുടങ്ങി. വോയിസ് ഓവർ രംഗത്ത് ഇപ്പോൾ 2 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. വോയിസ് ഓവർ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം ഈ കൊറോണ സന്ദേശം കാരണം കൂടുതൽ പേര് തിരിച്ചറിയുന്നുണ്ട്. ഡൽഹിയിലെ പല ഗവൺമെൻറ് ആഡുകൾക്കും TV കമേഴ്ഷ്യൽസിനും ശബ്ദം കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈവ് ആങ്കറിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ കിട്ടണമെന്നും അവർ കൂടുതൽ ജോലികൾ ചെയ്യണമെന്നുമാണ് ആഗ്രഹം. ഒപ്പം അതോടൊപ്പം ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്, കളരിയും പിന്നെ ഡ്രാമ, തിയേറ്റർ അതിലൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ അവസരങ്ങളുണ്ട്, അത് തുടർന്നുകൊണ്ട് പോകണമെന്നാണ് ആഗ്രഹം. സ്റ്റുഡിയോകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പരസ്യം വരുമ്പോൾ നമ്മളെ വിളിച്ച് പറയാറുള്ളത് ഇന്ന ദിവസം ഇന്ന സമയത്ത് വന്ന് ഒരു പരസ്യം ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കെ മാർച്ച് 10 ഒരു ദിവസത്തിലാണ്, 10-11 കലാഭവൻ പ്രജിത്ത് ചേട്ടൻ, അദ്ദേഹം ഇവിടുത്തെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് രംഗത്തെ വളരെ സീനിയറായ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ച് ഇവിടെ അടുത്തുള്ള ഒരു മാൽവ്യ നഗറിലുള്ള ഒരു സ്റ്റുഡിയോ